എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പുട്ടും അയിലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേദിവസം രാത്രിയിൽ ഞാൻ കുത്തിരി, നമ്മൾ ചോറ് ഉണ്ടാക്കി കഴിക്കുന്ന അരിയാണ് പിന്നെ പുട്ടിന് വേണ്ടി ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ തലേദിവസം രാത്രി കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എന്നും ഒരു 4:45 4 to 4:45 ആകുമ്പോൾ എണീക്കും. കാരണം മോന് സ്കൂളിൽ പോകണം. അപ്പോൾ അവന് ലഞ്ചും പ്രിപ്പയർ ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണം. അപ്പോൾ ഹസ്ബൻഡ് 8 മണിയാകുമ്പത്തേനും പോകും. അപ്പോൾ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഒരു 4:30 ആകുമ്പത്തേനും എണീക്കും. അപ്പം ഇപ്പം ഞാൻ രാവിലെ അവന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അവൻ കഴിച്ചിട്ട് പോണത് പഴവും ഏത്തപ്പഴം പുഴുങ്ങിയതും മുട്ടയാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ, അവൻ ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ചിട്ടാണ് പോവുക. അപ്പം ഞാനും ആ സമയത്ത് ഒരു ഗ്ലാസ് ചായ കുടിക്കും. അപ്പം ഞാൻ ചായ വെച്ചു. അപ്പം അത് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാണ്. അപ്പം ഇപ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ട്. 6 മണിയാകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ചായ ഉണ്ടാക്കുന്നത് തന്നെ നല്ല കടുപ്പത്തിലാണ്. അപ്പം ഞങ്ങൾ കുടിക്കുന്ന പോലെ തന്നെയാണ് അവനും കുടിക്കുക. അവന് നല്ല കടുപ്പം വേണം ചായക്ക്. അപ്പോൾ ഞാൻ കുറേ നേരം അടുപ്പയിൽ വെച്ച് ഇങ്ങനെ തിളപ്പിച്ച് നല്ല കടുപ്പമായിട്ടാണ് കുടിക്കുക. അപ്പോൾ അത്രയും നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് ലഞ്ചിന് കൊടുത്തു വിടാനുള്ള ചോറ് ഇനി റെഡിയാക്കണം. അപ്പോൾ ഞാൻ വെജിറ്റബിളൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് ചിക്കനൊക്കെ ഇട്ട് അങ്ങനെയാണ് ചോറ് റെഡിയാക്കുന്നത്. അപ്പോൾ ചായ റെഡിയായി. അവന് ഞാൻ കഴിക്കാനുള്ളത് കൊണ്ടേ കൊടുത്തു. ഇവിടെ 6:30 6:45 ആയാലും നേരം വെളുക്കത്തില്ല. 7 മണിയൊക്കെ ആകുമ്പോഴത്തേനുമാണ് ഒന്ന് നേരം വെളുത്ത് വരിക. അപ്പോൾ പുറത്തൊക്കെ നല്ല ഇരുട്ടാണ് ഇപ്പോൾ സമയം 6 മണിയൊക്കെ കഴിഞ്ഞു. ഒരു 6:15 അപ്പോൾ ഞാൻ ചോറ് റെഡിയാക്കുവാണ്. അപ്പോൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചു. അപ്പോൾ ഇനി കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്യും. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് പച്ചക്കറി ഇട്ട് ആ സെയിം എണ്ണയിലേക്ക് തന്നെ പച്ചക്കറി ഇട്ട് വഴറ്റി അതിലേക്ക് ചോറിട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ചോറ് റെഡിയാക്കി കൊടുത്തിടുന്നത്. കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഓരോ ദിവസം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റിൽ കൊടുത്തു വിടുകയാണെങ്കിൽ അവർ ചോറ് മടി കൂടാതെ കഴിക്കും. സെയിം ഒരു ടേസ്റ്റിൽ കൊടുത്തു വിട്ടാൽ അവർക്ക് ചില ദിവസം കൊടുത്തു വിടുമ്പോൾ അവർക്ക് തന്നെ ബോറടിക്കും. അപ്പം ഞാൻ ഓരോ ദിവസവും ഓരോ ടേസ്റ്റിലാണ് ചോറ് കൊടുത്തു വിടുന്നത്. അപ്പം ചോറ് കഴിക്കാനും അവർക്ക് ഇൻട്രസ്റ്റ് ആകും. പച്ചക്കറി പ്രത്യേകിച്ചും കഴിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തു വിടുവാണെങ്കിൽ അവർ പച്ചക്കറിയും കഴിക്കും. ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് ഇടും, ചിലപ്പം ക്യാപ്സിക്കം ഇടും, ബീട്രൂട്ട് ഇടും. അങ്ങനെ ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറിയും, ഉരുളക്കിഴങ്ങ്, അങ്ങനെ ടൊമാറ്റോ, ഇങ്ങനെ എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് ഈ ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് നമ്മൾ കറിയൊന്നും ഉണ്ടാക്കി കൊടുത്തു വിടണ്ട. ഒരു 2-3-4 പീസ് ചിക്കൻ, ചെറിയ പീസായിട്ടുള്ള ചിക്കൻ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് അതിലേക്ക് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഇട്ട് അതിൽ പിന്നെ ചോറ് വേവിച്ച് വെച്ച ചോറ് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുക്കറിലൊക്കെ വേവിക്കുന്ന ചോറാണെങ്കിൽ ഉച്ചയാകുമ്പത്തേനും കട്ട പിടിക്കും. അപ്പം ഞാനിതാ പച്ചക്കറിയും കൂടി ഇട്ടു. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് തന്നെ പച്ചക്കറിയും കൂടി ഇട്ടു. ഇപ്പം ഞാനിതിലേക്ക് ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കുമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ പാഴ്സ്ലി ലീവ്സിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ലീവ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ചെറിയ ബോട്ടിലായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ കുറച്ച് ഫ്ലേവറൊക്കെ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ ഒറിഗാനോ, പാഴ്സ്ലി ലീവ്സ്, തൈം, അങ്ങനെ കുറേ തരത്തിലുള്ള സീസണിങ്സ് കിട്ടും നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെയൊക്കെ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ ആ ചെറിയ ഫ്ലേവറൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചോറിന് കൊടുക്കുക. അപ്പോൾ അത് കുട്ടികൾക്ക് പ്രത്യേകിച്ചും അങ്ങനത്തെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമായിരിക്കും. ഈ പിസ്സയും പാസ്തയും കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ ഇതുപോലത്തെ ഫ്ലേവർ വരുമ്പോൾ ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരുപാട് അങ്ങ് വെന്തോ പോകരുത്, ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് വാട്ടിയെടുത്താൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് ചോറ്, വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചോറ് ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് വെള്ളത്തിൽ വേവിച്ചിട്ട് ആ വെള്ളം വാർത്തിടും. അതിന് ശേഷമാണ് ഇതിലേക്ക് പച്ചക്കറിയിലേക്ക് ഇടുന്നത്. അപ്പം ചോറ് ഒരുപാട് വെന്ത് പോകാനും പാടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിഞ്ഞ് വരുന്ന ഒരു പാകമാകുമ്പോൾ, ഒരു 3/4 ഭാഗം വേഗമാകുമ്പോൾ തന്നെ നമുക്ക് വെള്ളത്തിൽ നിന്ന് ചോറ് വാർത്തിടാം. എന്നിട്ട് നമുക്ക് അത് ഇച്ചിരി ഒന്ന് തണുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ പച്ചക്കറിയൊക്കെ തയ്യാറാക്കിയതിന് ശേഷം അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. എന്നാലേ ഈ ചോറ് നമ്മൾ ഇവർ കഴിക്കുന്ന നേരമൊക്കെ ആകുമ്പോഴും നന്നായിട്ട് ഈ കട്ടയൊക്കെ പിടിക്കാണ്ടിരിക്കണമെങ്കിൽ അതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രമേ ചോറ് നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചട്ടുകം പോലത്തെയോ അല്ലെങ്കിൽ സ്പാച്ചുല പോലത്തെയും കൊണ്ട് ചോറ് മിക്സ് ചെയ്തെടുക്കുക. അപ്പം പൊട്ടി പോകത്തില്ല. ചോറിനി ഞാൻ ലഞ്ച് ബോക്സിലോട്ട് എടുത്ത് വയ്ക്കുകയാണ്. അപ്പം ഞാൻ ഈ ലഞ്ച് ബോക്സിൽ ആദ്യം ഒരു അലുമിനിയം ഫോയിലിടും. കാരണം ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ സ്റ്റീലാണ് ഉള്ളിലെങ്കിലും ചില സമയത്ത് ഭയങ്കരമായിട്ട് തണുത്തിട്ടിരിക്കും. കാരണം ഒരുപാട് ചൂടൊന്നും നിൽക്കില്ല. എത്ര ചൂടുള്ള പാത്രമാണെങ്കിലും ഒരുപാട് ചൂടൊന്നും നിൽക്കത്തില്ല ഈ പാത്രത്തിൽ. അപ്പോൾ ഞാൻ ഇതുപോലെ അലുമിനിയം ഫോയിലിൽ ആണ് ചോറ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ചോറ് ഇതിലോട്ട് വെച്ചിട്ട് ഇത് അലുമിനിയം ഫോയിൽ ഇങ്ങനെ പാത്രത്തിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ചോറിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് പിന്നെ അടപ്പ് കൊണ്ട് അടച്ച് അങ്ങനെയാണ് കൊടുത്തു വിടുന്നത്.
ഇതിൻ്റെ കൂടെ അച്ചാർ വേണമെങ്കിൽ കൊടുത്തു വിടാം. ഞാൻ അച്ചാറൊന്നും കൊടുത്തു വിട്ടിട്ടില്ല, അവർക്കൊന്നും ഇഷ്ടമല്ല. സാലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊടുത്തു വിടാം. അപ്പം ഞാനിപ്പം ഒന്നും കൊടുത്തു വിട്ടിട്ടില്ല. ഇതിങ്ങനെ ഓൾറെഡി അതിന് നല്ല ഫ്ലേവറുണ്ട്, അതുകൊണ്ട് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു സ്നാക്സ് കൊടുത്തു വിടണം. അപ്പം ഞാൻ ബിസ്ക്കറ്റാണ് ഇന്ന് വയ്ക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ഓരോ ഇഷ്ടമുള്ളത് നമുക്ക് കൊടുത്തു വിടാം. ചിലപ്പോൾ ഫ്രൂട്ട്സ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കൊടുത്തു വിടാം. അപ്പോൾ ഉള്ളതുപോലെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്തു വിടാം. അപ്പോൾ ഇതാ മോന് പോകാനുള്ള സമയമായി. അപ്പോൾ ലഞ്ചൊക്കെ ഞാൻ പാക്ക് ചെയ്ത് ബാഗിലാക്കി. ഇനി ഒരു ടവലും കൂടെ വയ്ക്കും. ടവലും കൂടെ വെച്ചതിന് ശേഷം അവന് പോകാനുള്ള സമയമായി. അപ്പോൾ ഇപ്പോൾ ഒരു 7 മണിക്ക് ഒരു 5 മിനിറ്റും കൂടെ ഉള്ളൂ. ആ ഒരു സമയമാകുമ്പോഴത്തേനാണ് ഇറങ്ങുന്നത്. 7 മണി കഴിയുമ്പോഴത്തേനും ബസ് വരും. 7-7:05 ബസ് വരും. അപ്പോൾ അത് കണ്ടോ, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്, രാവിലെയൊക്കെ നല്ല തണുപ്പാണ്. ഇവിടെ നമ്മൾ ഈ ഓൺലൈനിൽ കൂടെ പാൽ വാങ്ങിക്കുന്നതുകൊണ്ട് ഡെയിലി അവർ പാൽ ഡെലിവറി ചെയ്യുന്നത് ചിലപ്പോൾ 4:30-5 മണി വെളുപ്പിന് ആ ഒരു ടൈമിൽ അവർ ഡെലിവറി ചെയ്യും. അപ്പോൾ പാൽ വന്നതിന് ശേഷം ഞാൻ ഈ കൊറോണ തുടങ്ങിയ സമയത്താണ് ഇങ്ങനെ പാലിൻ്റെ കവറൊക്കെ കഴുകിയെടുത്ത് വെച്ചതിന് ശേഷമാണ് പാലിൻ്റെ അത് കവറൊക്കെ പൊട്ടിച്ച് എടുക്കുക. അതന്ന് നമ്മളന്ന് ശീലിച്ചായിരുന്നു. അതിന് മുന്നേ ഒക്കെ ഞാൻ പാലിൻ്റെ കവറൊന്നും കഴുകത്തൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ ഡയറക്റ്റ് പൊട്ടിച്ച് പാൽ പാത്രത്തിലോട്ട് ഒഴിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഇതൊക്കെ കഴുകി അങ്ങനെയാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കൊറോണ കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പം ഞാൻ പാല് കാച്ചാൻ വേണ്ടി അടുപ്പയിൽ വയ്ക്കുവാണ്. അതിന് ശേഷം വേണം പുട്ട് നമ്മൾ അരിപ്പയിൽ നിന്ന് കോരിയൊന്നും വെക്കേണ്ട കാര്യമില്ല. വെള്ളത്തിൽ നിന്ന് അങ്ങനെ തന്നെ ഡയറക്റ്റ് മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പാലിൻ്റെ കവറൊക്കെ നന്നായിട്ട് ആ ഉള്ളിലെ പാലൊക്കെ നന്നായി കളഞ്ഞ് എല്ലാം പോയി ഡ്രൈ ആക്കിയിട്ടൊക്കെ കളയണമെന്നാണ് പറയുക. ഞാൻ പിന്നെ ഇങ്ങനെ കുഴിയിലേക്ക് വെച്ചതിന് ഇങ്ങനെ സിങ്കിൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ പോയതിന് ശേഷം ഡ്രൈ വേസ്റ്റിൻ്റെ ബാഗുണ്ട്, അതിലിടുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സെപ്പറേറ്റ് ഓർഗാനിക് വേസ്റ്റും ഡ്രൈ വേസ്റ്റൊക്കെ സെപ്പറേറ്റ് കൊടുക്കണം. അപ്പം ഇതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് പാലിൻ്റെ കവറിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ നമ്മൾ പാലിൻ്റെ കവർ കട്ട് ചെയ്യുമ്പം ആ കട്ട് ചെയ്ത് സെപ്പറേറ്റ് കളയാണ്ട് അതിൽ തന്നെ വെക്കുവാണെങ്കിൽ ഈ റീസൈക്കിൾ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി തന്നെയാണ് ഇട്ടത്. ചുമന്ന അരിയായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോൾ തന്നെ വെള്ള അരിയായി. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കഴുകിയെടുക്കുന്നത്. ഇതുകൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്, പണി എളുപ്പമാണ്. നമുക്ക് വീട്ടിൽ തന്നെ പുട്ടുപൊടി ഉണ്ടാക്കി നനയ്ക്കൊന്നും വേണ്ട, ചൂടാക്കണ്ട, വറക്കണ്ട, അങ്ങനെ ഒരു പണിയും ചെയ്യണ്ട. ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനുള്ള അരി രാത്രി വെള്ളത്തിലിടുക. പിറ്റേ ദിവസം രാവിലെ, അതായത് ഒരു 5-6 മണിക്കൂർ വേണം ഇതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടി. അപ്പോൾ ആ ഒരു രാവിലെ ആകുമ്പോഴത്തേനും നന്നായിട്ട് കുതിർന്ന് വരും. എന്നിട്ട് ഞാനിത് അരിപ്പയിലിട്ട് വെച്ചായിരുന്നു. പക്ഷേ അരിപ്പയിലിടണ്ട. അരിപ്പയിലിടുമ്പോൾ തന്നെ വെള്ളം ഊർന്ന് പോകും. അപ്പം ചോറ് ഡ്രൈ ആവും. ഈ അരി ഡ്രൈ ആയി പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് തന്നെ കോരി ഒരു അരിപ്പത്തവിയും കൊണ്ട് കോരി മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, പൊടിച്ചെടുക്കാം. എന്നപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പൊടിഞ്ഞ് വരും. പുട്ടിന് ഞാൻ അയിലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ഫ്രഷ് അയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടിട്ടാണ്, പുളിക്ക് പകരം തക്കാളി ഇട്ടിട്ടാണ് മീൻകറി തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ കുറച്ച് കറിവേപ്പില വാങ്ങിച്ചിരുന്നു. അപ്പം നമ്മുടെ ഇവിടെയുള്ള കറിവേപ്പില ഇല നമുക്ക് ഒരുപാട് കിട്ടത്തില്ല, എന്നാലും കുറച്ചൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ കേടായി പോയായിരുന്നു. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങിച്ചിട്ട് അത് കഴുകിയിട്ട് അരിപ്പയിലിട്ട് വെച്ചു, അതിന് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ഇനി ഒന്ന് പേപ്പറിലും കൂടെ വിടർത്തി ഇടണം, എന്നാലേ നന്നായിട്ട് വെള്ളം പോകുള്ളൂ. അതിന് ശേഷം ചെറിയ കുപ്പികളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ 7 മണിയായി. അപ്പോഴത്തേനും വേഗം കറി ഉണ്ടാക്കണം. 7:30 ഒക്കെ കഴിയുമ്പോഴത്തേനും കറി റെഡി ആവണം.
ഹസ്ബൻഡ് പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം മീൻകറി ഉണ്ടാക്കുവാണ്. അപ്പോൾ പുട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. മീൻകറി അടുപ്പിൽ വെച്ചിട്ടതിന് ശേഷം അരി പൊടിച്ച് പുട്ടുണ്ടാക്കാം. പെട്ടെന്നൊരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ ഈ മീൻകറി നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അതിൽ എരിവും പുളിയും ഒക്കെ പിടിക്കും. അതിന് നമ്മൾ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി തന്നെ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായി വരുമ്പം കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ഇടുക. ഉലുവ ഇട്ടതിന് ശേഷം നമുക്ക് സവോള അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇടാം. അപ്പം ഞാൻ 2 അയിലേക്ക് 1 സവോളയാണ് എടുത്തേക്കുന്നത്. 1 സവോള നേരിയതായിട്ട് നീളത്തിൽ അരിഞ്ഞതിന് എന്നിട്ട് അതൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെയൊക്കെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. അതൊരു അല്പം മതി നമ്മുടെ ചാറിന് കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയുടെ പച്ചമണമൊക്കെ മാറണം. എന്നിട്ട് മസാല നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടാം. ഇനി തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് തക്കാളിയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ചൂടുവെള്ളം കറിയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ചൂടുവെള്ളമാണ്. കാരണം കെറ്റിലിൽ എപ്പോഴും ചൂടാക്കി ഇടുന്നുണ്ട്. അതുമല്ല കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും. നമ്മൾ ഈ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന പച്ചക്കറിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ നല്ലതാണ്. ചൂടുവെള്ളം ഒഴിച്ച് നമ്മളത് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരില്ല. അപ്പോൾ ഇത് ഞാൻ തക്കാളിയിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഈ തക്കാളി വെന്ത് വരുന്നോടം വരെ ഈ അരപ്പൊന്ന് വേവിക്കണം. അപ്പോൾ ഇത് ഞാൻ പുട്ടിൻ്റെ പൊടി നേരത്തെ അരിപ്പയിലിട്ട പുട്ടിൻ്റെ പൊടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് ഡ്രൈ ആയ പോലെ എനിക്ക് തോന്നി, വെള്ളമൊക്കെ പോയ പോലെ. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഞാൻ മിക്സിയിലിട്ട് അരയ്ക്കാൻ നേരത്ത് കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷമാണ് അരി പൊടിച്ചെടുത്തത്. അപ്പം നല്ല കറക്റ്റായിട്ട് പൊടിഞ്ഞു വന്നു. അപ്പോൾ നമ്മൾ അരിപ്പയിലിട്ട് വെക്കേണ്ട, ഡയറക്റ്റ് തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അരിപ്പത്തവിയിൽ കോരി അങ്ങനെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് അങ്ങനെ പൊടിച്ചെടുത്താൽ മതി. തേങ്ങയൊക്കെ തലേദിവസം നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ചിരകി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പുട്ട് തേങ്ങയ്ക്ക് ഇട്ട് പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഇടണം കേട്ടോ പുട്ടിൻ്റെ പൊടിയിൽ. അപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. കുത്തിരി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പിട്ടാൽ മതി. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. നന്നായി ഉടച്ചു കൊടുത്താൽ തക്കാളിയിലുള്ള പുളിയെല്ലാം ആ ചാറിലേക്ക് ഇറങ്ങി വരണം. അതിന് ശേഷമാണ് നമ്മൾ അയില ഇടാൻ പാടുള്ളൂ. എന്നാലേ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കുന്ന കണ്ടതാണ്. പുള്ളി ഇങ്ങനെ നന്നായിട്ട് തക്കാളി ഉടച്ച് ഒരു പീസ് തക്കാളി പോലും കാണില്ല. ഞാൻ അത്രയും ഉടച്ചില്ല. ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ തക്കാളിയുടെ നീരെല്ലാം ചാറിലോട്ട് വരുന്ന രീതിയിൽ ആക്കി എടുത്തിട്ടുള്ളൂ. ആ തക്കാളി നമ്മൾ ഉടച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കറിക്ക് കട്ടി കൂടി. അപ്പം ഞാൻ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അന്ന് വെച്ചിട്ടാണ് ഞാൻ അതിലേക്ക് അയില ഇടുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാത്തത്. നമ്മൾ ഓരോ വട്ടം ഓരോ സാധനങ്ങൾ ചേർക്കുമ്പം അതിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പം ഞാൻ എല്ലാം ഇട്ട് ഉപ്പും ഇട്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കറി ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറിയുടെ ആ ചാറ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കറി ഇങ്ങനെ മൂടി വയ്ക്കുമ്പം ഒരുപാട് മൊത്തത്തിൽ അങ്ങ് അടച്ചു വയ്ക്കേണ്ട. കുറച്ച് ചെറുതായിട്ടൊന്ന് തുറന്ന് വെച്ചതിന് ശേഷം നമുക്ക് കറി തിളപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കറി തിളച്ച് പുറത്ത് ചാടും. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ പുട്ടിൻ്റെ കുറ്റിയും പുട്ടിൻ്റെ കാലത്തിൽ വെള്ളം വെച്ചിട്ട് കുറ്റിയിലൊന്ന് ആവി കയറ്റിയെടുക്കും. അതിന് ശേഷമാണ് പുട്ടിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് പുട്ട് ആവി കയറ്റിയെടുക്കുന്നത്. അപ്പം പുട്ട് ഞാൻ ആവി കയറാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേനും മീൻകറി ഞാൻ വലിയ അടുപ്പിൽ നിന്ന് ചെറിയ അടുപ്പിലേക്ക് മാറ്റി. എന്നിട്ട് അപ്പോൾ ഈ ഒരു ചെറിയ അടുപ്പിലുള്ള ഫ്ലെയിമിലിരുന്ന് വെന്താൽ മതി. ഇനി പതുക്കെ ഒന്ന് വെന്താൽ മതി. അപ്പോൾ ഒരു 15 മിനിറ്റ് നേരം ഞാൻ ലോ ഫ്ലെയിമിൽ മീൻ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ച് നല്ല കറക്റ്റായിട്ട് വന്നോളൂ. അപ്പോൾ മീൻ അവിടെ ഇരുന്ന് പുട്ടും ഒക്കെ റെഡി ആകുമ്പോഴത്തേനും മീൻകറിയും റെഡിയായി വരും. അപ്പോൾ ഇതാ പുട്ടിൽ ആവി കയറി വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ കുറച്ച് നനവ് കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അരിപ്പയിൽ ഇടണ്ടാന്ന്. അപ്പോൾ അരിപ്പയിൽ ഇടാണ്ട് ഡയറക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. ഞാൻ പിന്നീട് ഉണ്ടാക്കിയപ്പം കുറച്ചും കൂടെ ഒന്ന് നനവിൽ ആണ് ഉണ്ടാക്കിയത്. കുറച്ചുകൂടെ അരിപ്പയിൽ ഇട്ടില്ല, ഡയറക്റ്റ് തന്നെ ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചുണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പം കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ഇതാ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ പാകത്തിനുണ്ടോ എന്ന് നോക്കി. ഇപ്പോൾ കറി ഓക്കെയാണ്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത് പുട്ടുണ്ടാക്കുമ്പോഴുണ്ട് ഇങ്ങനെ ഞാൻ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. അത്രേ വെള്ളം കളയാൻ പാടുള്ളൂ. വെള്ളത്തിൽ നിന്ന് മാറ്റിയൊന്നും വയ്ക്കരുത്. കുറച്ച് വെള്ളത്തിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ ഈ ആ വെള്ളത്തോട് കൂടെ പൊടിച്ച പൊടിയാണിത്. ഇത് കണ്ടോ, ഇതിലൊട്ടും വെള്ളം ഉണ്ടെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല, കണ്ടോ. അപ്പം ഇതിനി നനയ്ക്കൊന്നും വേണ്ട. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ച് തേങ്ങയൊക്കെ ഇട്ട് കുഴയ്ക്കല്ല, മിക്സ് ചെയ്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ട് ഈ ഒരു പാകത്തിന് വേണം. ഇതിപ്പോൾ നേരത്തേതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ കുറച്ച് തരി ഉണ്ടായിരുന്നു, ഇതിലൊട്ടും തരിയില്ല, നന്നായിട്ട് പൊടിഞ്ഞാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടാമത് പൊടിച്ച് പൊടിയും കൊണ്ട് പുട്ടുണ്ടാക്കി, അത് ആവി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എല്ലാം മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പോൾ അതിൽ ആ പുട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി ഇത് ഇടാം. അപ്പോൾ ഇതാ ഞാൻ പുട്ട് കുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊടിഞ്ഞ് പോയിട്ടേ ഇല്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ പുട്ടിൻ്റെ പൊടി അരി പൊടിക്കുമ്പം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം നമ്മൾ പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ വറക്കുകയും വേണ്ട, നനയ്ക്കുകയും വേണ്ട. തലേദിവസം ആവശ്യത്തിനുള്ള അരി, അതായത് കുത്തരി വെള്ളത്തിൽ കുതിർത്തിടണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് ഫുഡൊക്കെ കഴിച്ച് പോയി. അപ്പം ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നടക്കാൻ പോണത്. അപ്പം ഞാൻ പുട്ടും അയിലക്കറിയും പിന്നെ നല്ല കടുപ്പത്തിലുള്ള ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ നടക്കാൻ ഇറങ്ങി. അപ്പോഴത്തേനും നന്നായിട്ട് വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നല്ല ഇച്ചിരി വെയിലൊക്കെ തെളിഞ്ഞാലേ നമുക്കിതിലേ കൂടെ നടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു മൂടിയ പോലത്തെ കാലാവസ്ഥയാണ്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് പൊതുവേ ആരും ഉണ്ടാവാറില്ല. 9 മണിയാകുമ്പോഴാണ് ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങുന്നത്. ആ ഒരു സമയത്തേക്കാണ് വെയിൽ തെളിഞ്ഞ് വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ പുട്ടും മീൻകറിയൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.